ഇനിയിപ്പോ സത്യാമ്മയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കണമെങ്കിൽ ഹർഷൻ എവിടെയാണെന്ന് അറിയണോ അച്ഛാ? അച്ഛനും ആവുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അടിക്കും തോറും മുറുകുന്ന കുരുക്കുപോലെയാ കാര്യങ്ങൾ. ഇനി അയാൾ മനഃപൂർവ്വം കൺവെട്ടത്തിൽ നിന്ന് മാറി നിന്ന് കാർത്തികയുടെ നീക്കങ്ങൾ അറിയാണോന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആൾ ഈ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്. അമ്മ പറഞ്ഞതുപോലെ നമ്മളൊക്കെ വിളിക്കുന്ന ഈശ്വരന്മാർ കൂടെയുള്ളപ്പോ അയാളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് തന്നെയാ ഞാനും വിശ്വസിക്കുന്നത്. ആ ഹലോ. ഹർഷൻ ഇതുവരെ എത്തിയില്ലല്ലോ. ആ ഹർഷനാണല്ലോ. ഹലോ ഹലോ. നീ വന്നിട്ട് അധികാരമായില്ലല്ലോ. ഇല്ല. എന്തായി തൻ്റെ അന്വേഷണവും മറ്റും? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, നടക്കുന്നു. അല്ല, പറയും പോലെ നീ എന്താ ഇവിടെ? നീ എന്നെ കാണാൻ വേണ്ടി മാത്രം ഇതുവരെ വരാൻ സാധ്യതയില്ല. വൈഫിൻ്റെ റിലേറ്റീവ്സ് കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അവരുടെ ഒരു കുടുംബ പ്രശ്നം നോക്കാനായിട്ട് ഇവിടുത്തെ ക്ഷേത്ര ജോത്സ്യനെ കാണാനായിട്ട് വന്നതാ. അതാ നിന്നോട് ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞത്. ഓ, എന്നിട്ട് ആളെ കണ്ടോ നീ? ഇല്ല, ആളിവിടെ പോയിരിക്കേ. ഓ, ഇതവനല്ലേ ഹർഷൻ? ഇവനെങ്ങനെ ഇവിടെ എത്തി? ഓരോ മാരണങ്ങൾ വന്ന് കേറിക്കൊള്ളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായി. ഇവനൊക്കെ കെട്ടും പൊട്ടിച്ച് വന്ന് കേറാൻ കണ്ട സമയം. ആ കാർത്തിക എങ്ങാൻ ഇവനെ കണ്ട ഞാൻ കളിച്ച കളികളൊക്കെ പുറത്താവുമല്ലോ. ഇവനെ വെച്ച് ഞാനൊപ്പിച്ചു വെച്ചിരിക്കുന്ന വേണ്ടാദിനങ്ങളൊക്കെ പെറ്റ തള്ളയ്ക്ക് പോലും പൊറുക്കാൻ പറ്റാത്തതാ. ഇനി ഇപ്പൊ നശൂലങ്ങൾ തമ്മിൽ കാണാതിരിക്കാൻ എന്താ ചെയ്യാ? നന്നായി. ആരൊക്കെ തമ്മിൽ കാണരുതെന്ന് ആഗ്രഹിക്കുന്നോ അവരൊക്കെ ഓരോരുത്തരായി വന്ന് കേറുന്നുണ്ട്. ഇനി ആ ശാലിനി കൂടി വന്നാൽ കോറം തരഞ്ഞു. ഇവളുമാർക്കൊന്നും വീട്ടിലൊരു പണിയില്ലേ? എന്റെ ഭഗവാനെ, നീ ഇത് എന്ത് ബാധിച്ച? ആ ഹർഷനും കാർത്തികനും തമ്മിലൊന്ന് കണ്ട് സംസാരിച്ച ഇന്നത്തെ കല്യാണം തന്നെ നടക്കില്ല. അസ്ഥിക്ക് പിടിച്ച പ്രണയത്തിൽ നിന്ന് ആ അസ്ഥി അർത്ഥം മാറ്റിയതിന്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തെങ്ങനെയായാലും വേണ്ടില്ല അവര് തമ്മിൽ കാണരുത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സകല കള്ളങ്ങളും പൊളിയും. ഈശ്വര, ഒരാളും ചെയ്യാത്ത തറ കളിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബാക്കി പണി ഞാൻ എടുത്തോളാം.
അല്ല സത്യമേ, നിങ്ങളെന്താ ഈ വഴിക്ക്? ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാവേ. ക്ഷേത്രത്തിൽ എന്തിനാ ഈ വഴിക്ക് കയറുന്നത്? തൊഴാനായിട്ട്. അല്ല, അതിനെന്തിനാ ഈ വഴിക്ക് കയറുന്നതെന്നാ ഞാൻ ചോദിച്ചത്. കിഴക്കേ നടയിലൂടെയല്ലേ കയറേണ്ടത്? ഇനി അതും പാടില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അയ്യോ, പാടില്ല എന്നല്ല, അതിന് ചില എളുപ്പ വഴികളുണ്ടെന്ന് പറയുമായിരുന്നു. അമ്മേ, വഴിപാട് വല്ലതും കഴിപ്പിക്കേണ്ട അതിന്റെ കാര്യങ്ങൾ നോക്കുക. ചുമ്മാ അവളുടെ അടുത്ത് സംസാരിച്ചത്, അല്ലെങ്കിൽ തന്നെ അവിടെ സ്വസ്ഥവും സമാനം തകർന്നു നിൽക്കുക. അതിന്റെ കൂടെ ഇനി ഈശ്വരന്മാരുടെ ശാപം കൂടി താങ്ങാൻ വയ്യ. ധൃതി പിടിക്കാതെ വിഷ്ണു, ശക്തി കൂടിയ മൂർത്തിയാ. കാര്യങ്ങൾ കൃത്യമായി തിരക്കിയിട്ട് വേണം വഴിപാട് കഴിപ്പിക്കാൻ. ഒന്ന് പൊടിയെടുത്തു. എനിക്കറിയാവുന്ന ഒരു ശാന്തിക്കാരൻ പയ്യനുണ്ട് ഇവിടെ. നല്ല പയ്യനാ. അവനെ ഒന്ന് കണ്ടിട്ട് കയറിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കഴിപ്പിക്കാം. പ്രത്യേകിച്ച് ഒരു മുടക്കവും വരാതെ ഇവരുടെ താലികെട്ട് നടക്കാനുള്ള കുറുക്ക് വഴികളും പറഞ്ഞു തരും. ഇനി ഒരു കുറുക്കു വഴിയും വേണ്ട. നേരായ രീതി തന്നെ ഭംഗിയായിട്ട് തന്നെയാ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ നടത്താൻ പോകുന്നത്. അതിന് ഇവിടുത്തെ ഭഗവാന്റെ കടാക്ഷമുണ്ട്. അതുകൊണ്ട് വഴി മുടക്കാനായി ഒരാളും വരില്ല. ആര് പറഞ്ഞു? തൊട്ട് മുന്നിൽ തന്നെ നിൽപ്പുണ്ട് നല്ല ഒന്നാന്തരം വഴിമുടക്കി. അവൻ കാർത്തികയെ കണ്ടു കഴിഞ്ഞ വഴിയല്ല, ഇനി മുന്നിലുള്ള സകല പദ്ധതികളും അവൻ മുടക്കും. നല്ല ഭംഗിയായി മുടക്കും. നിങ്ങൾ വാ, ശാന്തിക്കാരനെയൊക്കെ ഞങ്ങൾ കണ്ടോളാം. അല്ല സത്യമേ, ശരി, ശാന്തിക്കാരനെ കാണണ്ട. പക്ഷെ നേരായ വഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് കയറാൻ പാടില്ലേ? ഇതല്ലേ നേരായ വഴി? എന്ന് ആര് പറഞ്ഞു? കുബേരന്റെ ദിക്കേതാ? വടക്ക് ദിക്കല്ലേ? അല്ല, നമ്മൾ എന്തിനാ ക്ഷേത്രത്തിൽ വരുന്നത്? സമ്പത്തും ഐശ്വര്യവും വരാൻ. കുബേരന്റെ വഴിയിലൂടെ കയറിയാ അത് വർദ്ധിക്കുകയല്ലേ ചെയ്യൂ? എന്താ, സമ്പത്തും ഐശ്വര്യന് വേണ്ടെന്നുണ്ടോ? അത് വേണം. ആ, എന്നാതാ ആ വഴിക്ക് പൊയ്ക്കോ. എന്നാ പിന്നെ ഇവള് പറയുന്ന സ്ഥലത്തു കൂടി കയറാം. എന്റെ അമ്മയ്ക്ക് ഇനി അതായിട്ടൊരു കുറവ് വരുത്തണ്ടടാ. വാടാ, പാമോടാ. എന്തെങ്കിലും ആവട്ടെ. കാര്യങ്ങളെല്ലാം എന്റെ വഴിയെ തന്നെ നടക്കുന്നത് കണ്ടോ? പറയുന്നത് കേട്ട് നിന്ന ഗുണം കിട്ടുന്നത് നിനക്ക. സ്മരണ വേണം, സ്മരണ. കേട്ടല്ലോ? കാർത്തികേ, എന്താ അവിടെ? ഒന്നുമില്ല സത്യമേ. എന്നാ വാ. ഹലോ, ഒരു കാരണവശാലും ശാലിനി ഹർഷനെ കാണരുത്. കണ്ട കല്യാണവും മുടങ്ങും. വേണ്ടി വന്ന ഹർഷനെ കൊണ്ട് കാർത്തികയെ ഈ ക്ഷേത്രത്തിൽ വെച്ച് ശാലിനി കല്യാണവും നടത്തിക്കും. ശോ, ഇവന്മാരിതെന്താ പുരാണം പറഞ്ഞോണ്ട് നിൽക്കുന്നേ? അതോ അമ്മൂമ്മയുടെ ചാവടി യന്ത്രത്തിന്റെ കാര്യം? വന്ന കാര്യം നടത്തിയിട്ട് പോവാതെ കഥയും പറഞ്ഞോണ്ട് നിൽക്കുക, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. ഹർഷൻ, പേടി നടന്നവനെ കൺമുന്നിൽ തന്നെ കൊണ്ടുവന്നെത്തിച്ചല്ലോ. ഭഗവാനെ നന്ദി. ഇനി ഞാൻ കാര്യങ്ങൾ ഭംഗിയായി നീക്കിക്കൊള്ളാം. അയ്യോ, സോറി സോറി സോറി. അയ്യോ
സോറി സോറി സോറി. ചേച്ചി സോറി, ഒന്നും പറ്റിയില്ലല്ലോ? ആ ഇല്ല, ആ ഓടിപ്പോയുള്ള എന്തേ കിട്ടിയാലുണ്ടല്ലോ. അതൊക്കെ അയ്യോ മാഡം, ഞാൻ ശ്രദ്ധിച്ചില്ല മാഡം. അവരവിടെ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഇതാണ് ആള്. ചേട്ടന്റെ നമ്പർ ഇങ്ങനെ തന്നെ, ശരി, madam. ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്യാം. ഇയാളെ കണ്ട ഉടനെ എന്നെ വിവരം അറിയിക്കണം. എന്റെ നമ്പർ 95. ശരി മാഡം. എന്നാലും ആ മധുശ്രീ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? അപ്പോ അറിയിക്കാൻ ആ മറക്കല്ലേ? ശരി മാഡം. ഡാ വിഷ്ണു മോനെ, ഈ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്തുമ്പോ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കുറെ വഴിപാടുകളുണ്ട്. ഞാനതൊന്ന് എഴുതിയിട്ട് വരാം. അയ്യോ ഹർഷൻ, ഈശ്വര, ഇവര് തമ്മിൽ കണ്ട കുഴപ്പമാവുമല്ലോ. വിഷ്ണു ഇങ്ങ് വന്നേ. ദേ ഇത് കണ്ടോ? കാർത്തികേ, എന്താ നീ ചന്ദനം തൊട്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ? പിന്നെ ഐക്യമത്തി പുഷ്പാഞ്ജലി കഴിച്ചോ? ഇല്ല. എന്നാ അതൊരു 10 ഉണ്ടെങ്കിലും കഴിപ്പിക്കണം. വല്ലവളെയും മനസ്സിൽ തൂങ്ങി നടക്കുന്നവനെ കെട്ടുമ്പോ 10 അല്ല, ഒരു 16 എങ്കിലും കഴിപ്പിക്കണം. അവളവന്റെ മനസ്സിൽ നിന്ന് പോയാലല്ലേ നിനക്ക് അവിടെ ഒന്ന് കയറാൻ പറ്റൂ. അതിനാ. കാർത്തികേ, എന്താ അവിടെ? ഒന്നുമില്ല സത്യമേ. ആ നിങ്ങൾ വന്നേ. ദേ, ഭാവി അമ്മായിമ്മ തേനൂർന്ന് വിളിക്കുന്നു. ചെന്ന് അത് കാണ്. നിന്റെയും വിഷ്ണുവിന്റെയും കെട്ടുകാഴ്ചയുടെ ഫ്ലെക്സാ. ചെല്ല്. തൽക്കാലം രക്ഷപ്പെട്ടു. കണ്ട
ഇത് കണ്ടോ? ക്ഷേത്ര കമ്മിറ്റിക്കാർ വെക്കുന്നത് അവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന എല്ലാ കല്യാണത്തിനും അവരിങ്ങനെ വെക്കാറുണ്ട്. നന്നായിട്ടില്ലേ? ഇതൊക്കെ ചെയ്യാൻ അമ്മയുടെ ആരാ പറഞ്ഞേ? മനുഷ്യനെ വെറുതെ നാണം കെടുത്താനായിട്ട്. എന്നാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും, പൂമാല ഇടിപ്പിച്ച് ബാൻഡ് മേള കേട്ട് ഒരു ഘോഷയാത്ര ഇങ്ങോട്ട് നടത്താറുന്നില്ലേ? എടാ ഇതിവിടെ ഇവര് ചെയ്യുന്നതാ, ഞാൻ പറഞ്ഞു ചെയ്യിച്ചതൊന്നുമല്ല. ഇനിയിപ്പോ ഇവിടെ ഇതുപോലെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? ഇനിയുള്ള ചടങ്ങുകളൊക്കെ അങ്ങ് മണ്ഡപത്തില, നമുക്ക് അങ്ങോട്ട് പോവാം. അതിനു മുമ്പ് ഞാൻ ആ രസീത് ഒന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ. അതെ, രസീത് വേണമായിരുന്നു. ആ ഇപ്പൊ തരാം. ദാ. ശരി എന്നാ. ആ ഓക്കെ. നമസ്കാരം, ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ആ എന്താ മാഡം? എനിക്ക് ഒരാളെ തിരക്കാനുണ്ട്. അയാളുടെ പേരൊന്ന് വിളിച്ച് പറയാമോ? അതിനെന്താ മാഡം, പറയാലോ. എന്താ അയാളുടെ പേര്? ഹർഷൻ. ഇവിടെ എവിടെയോ ആളുണ്ട്, ഞാൻ കണ്ടതാ. അപ്പോ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണല്ലേ? ഹർഷൻ എന്ന പേരുള്ള ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ കമ്മിറ്റി ഓഫീസിലേക്ക് വരേണ്ടതാണ്. ഹർഷൻ എന്ന പേരുള്ള ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് വരേണ്ടതാണ്. ഹർഷൻ, നിന്റെ കാമുകന് മാത്രമാണ് ഹർഷൻ എന്ന പേരുള്ളത്, വേറെ ഹർഷന്മാരൊന്നുമില്ലേ? കാർത്തികേ, നീ ആ പേര് ആദ്യം നിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചുകളാ. അവളപ്പം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, പക്ഷേ നടക്കില്ല. ഹർഷനെ നീ കാണില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നത് മധുശ്രീയാ. നീ ഇനി എങ്ങനെയൊക്കെ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഈശ്വരന്റെ കടാക്ഷം ഇന്നെനിക്ക് വേണ്ടുവോളം ഉള്ളപ്പോ ഒരു പണി നടക്കില്ലെന്റെ മോളെ. അല്ല മധുശ്രീ, അത് നിന്റെ ഹർഷനൊന്നും ആയിരിക്കില്ലെന്ന്. ആള് വരികയാണെങ്കിൽ എന്റെ നമ്പറിലേക്കൊന്ന് അറിയിക്കാവോ? ശരി മാഡം, നമ്പർ ഒന്ന് പറയും മാഡം. ശാലിനി, താൻ ഒരുപാട് ഓടുന്നുണ്ടെന്നറിയാം. ഓടാതെ പറ്റില്ലല്ലോ വിഷ്ണുവേട്ടാ. അവസാനമായിട്ടുള്ള ശ്രമം. എടോ, ഞാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇന്നൊരു തീരുമാനം ഉണ്ടാവുമായിരുന്നു, പക്ഷെ അതും നഷ്ടപ്പെട്ടു. അല്ലെങ്കിലും നഷ്ടങ്ങളെല്ലാം എനിക്കായിരുന്നല്ലോ. നഷ്ടപ്പെടുന്നതും എനിക്ക് തന്നെ. അപ്പൊ എനിക്ക് സങ്കടമില്ലെന്നാണോ താൻ പറയുന്നത്? മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് കാണിക്കുന്ന പരിഗണന എന്റെ സങ്കടങ്ങൾക്ക് വിഷ്ണുവേട്ടൻ കാണിക്കുന്നില്ല. ഞാൻ എന്റെ സങ്കടങ്ങള് എന്നോട് തന്നെയല്ലേ പറയാറ്. അത് വിഷ്ണുവേട്ടൻ കേൾക്കണമെന്ന് പോലും ഞാൻ പറയാറില്ല. വിഷ്ണുവേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ഉത്തരം പറയരുത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ വിഷ്ണുവേട്ടന്റെ കൂടെ കൂട്ടണമെന്ന് വിഷ്ണുവേട്ടൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടോ?
ചേർത്ത് നിർത്തണമെന്ന് ഉണ്ട്. അപ്പൊ താൻ എന്നെ അങ്ങനെയൊക്കെ ഇനി നമുക്ക് ഒന്നിക്കണമെങ്കിൽ ഈശ്വരൻ എന്തെങ്കിലും ഒരു അത്ഭുതം സൃഷ്ടിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെയാ വന്നത്. ഇതിന് മനസ്സുകൊണ്ട് കൂട്ടു നിൽക്കരുതെന്ന് പറയാനും. പക്ഷെ ഇവിടെ വന്നപ്പോ ഹർഷനെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് എന്റെ ആഗ്രഹം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നു. വിഷ്ണുട്ട, എന്റെ ഒരു ആശ്വാസത്തിന് എന്റെ പാതി എന്റെ ഒപ്പം ഉണ്ടെന്ന് എന്റെ മനസ്സിനെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? ശാലിനി